ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു അഡ യൂണിവേഴ്സ് ആൻഡ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ RRB NTPCയുടെ GK അല്ലെങ്കിൽ GS പോർഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് NTPCക്ക് പഠിക്കേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആയിട്ടാണ് ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്കുകളാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ട ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ GK GS പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. പ്രിപ്പറേഷൻസ് മീൻസ് നമുക്ക് എന്തൊക്കെയാണ് ടോപ്പിക്സ് പഠിക്കേണ്ടതെന്നുള്ള ഒരു വീക്ക് ഐഡിയ ഞാൻ തരാം. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിപ്പം റെയിൽവേ അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ടെൻറ്റേറ്റീവ് കലണ്ടർ ഉണ്ടല്ലോ. അപ്പോൾ വന്ന ആ ഒരു ആനുവൽ കലണ്ടർ അനുസരിച്ചിട്ട് നമുക്ക് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലായിരുന്നാലും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായിരുന്നാലും വരുന്നത്. അതായത് ലെവൽ 2 to ലെവൽ 6 വരുന്നത്. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയേഴ്സും പാരാമെഡിക്കൽ എഞ്ചിനീയേഴ്സും ഈ പറയുന്ന ഈ ഒരു കാലയളവിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഇനി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ വരുന്ന നോട്ടിഫിക്കേഷനാണ് ലെവൽ 1ഉം അതുപോലെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസും. ഇതിൽ ജൂനിയർ എഞ്ചിനീയേഴ്സിന് ഇപ്പം റീസെൻ്റ് ആയിട്ട്, അതായത് ഇന്ന് നമുക്ക് ജൂനിയർ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസി ഔട്ടായിട്ടുള്ളൊരു ചെറിയൊരു ഗവൺമെൻറ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7000ഓളം വേക്കൻസി നമുക്ക് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉടനെ തന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ്, അതായത് നമ്മുടെ NTPCയുടെ വേക്കൻസി ഡീറ്റെയിൽസ് ആയിരുന്നാലും അതുപോലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും ഒക്കെ നമുക്ക് ജൂലൈ ടു സെപ്റ്റംബർ മാസങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്കത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. കാരണം GK GS ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം വേണം, മാത്സ് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം, റീസണിങ് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടിപ്സുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഞാൻ കഴിഞ്ഞ മാത്സ് പ്രിപ്പറേഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് എക്സാം ഡേറ്റ്സ് എന്നുള്ളത്. ഇപ്പോൾ എക്സാം ഡേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ എന്തായാലും നമുക്കൊരു ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഒരു നമ്മളായിട്ടൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് നമ്മളത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ അതായത് CBT 1ഉം CBT 2ഉം CBT 1 പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടി തന്നെ നിങ്ങൾ CBT 2നും പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് CBT 1ൻ്റെ കൂടെ തന്നെ CBT 2 കൂടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ കൊണ്ടുപോകാം. GK അല്ലെങ്കിൽ GS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനും കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കാരണം രണ്ടിനും നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് GK സിലബസ് കറക്റ്റായിട്ട് ആദ്യം അറിഞ്ഞിരിക്കണം. എങ്ങനെയാണെന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ CBT 1ൻ്റെ PYQ നമുക്ക് 2019 കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷയുടെ PYQs കറക്റ്റ്, അല്ലെങ്കിൽ അതിന് മുന്നേ നടന്ന പരീക്ഷയുടെ PYQs കറക്റ്റായിട്ടൊക്കെ ഒന്ന് നോക്കുക. പഠിക്കുന്നതിന് മുന്നേ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതെന്ത് ചെയ്യാം, നമ്മൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡെയിലി നമുക്ക് GK പഠിക്കാനൊരു ടൈം കൊടുക്കുക. ഇപ്പോൾ ഇന്ന ടൈമിൽ പഠിക്കണമെന്നൊന്നുമില്ല. GK പഠിക്കാൻ നല്ല ടൈമിംഗ് എന്ന് പറയുന്നത് ഒന്ന് നല്ല വെളുപ്പാങ്കാലത്ത് എഴുതിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 5 മണിക്ക് എഴുതിച്ചിരുന്ന ഒരു 2 മണിക്കൂർ വായിക്കുക, അല്ലെങ്കിൽ 4:30 എഴുതിച്ചിരുന്ന ഒരു 2 മണിക്കൂർ വായിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് കിടക്കാൻ നേരത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന ടൈമെന്നില്ല, ഈ 2 ടൈമിങ് രണ്ടും നല്ല ടൈമിംഗ് ആണ്. ഇതിനിടയ്ക്ക് വെച്ച് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി അതാണ്. ബെസ്റ്റ് ടൈം ടു സ്റ്റഡി എന്ന് പറയുമ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് മോർണിംഗിൽ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്ത് വിടുക എന്നുള്ള രീതിക്കായിരിക്കണം GK പഠിക്കേണ്ടത്. ഇനി കറണ്ട് അഫയേഴ്സ് വളരെ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയോട് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഏകദേശം ഒരു 1 ഇയർ മിനിമം 1 ഇയർ കറണ്ട് അഫയർ തന്നെ നമുക്ക് ധാരാളമായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് GA റിലേറ്റഡ് ആയിട്ട് ബുക്സ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ബുക്സ് ആയിട്ട് ഇപ്പോൾ GK പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബുക്സ് ഇപ്പം അരിഹൻ്റെ ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പ്രതിയോഗിത, കിരൺ, ദർപ്പൺ അതൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല ബുക്കുകളാണ്. ഇപ്പോൾ GK പഠിക്കാനായിരുന്നാലും ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് ഏറ്റവും നല്ല ബുക്കുകളാണ് പറയുന്നത്. പിന്നെ ഡെയിലി ക്വിസസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോവുക. ന്യൂസ് പേപ്പറിൽ വരുന്ന നമുക്കിപ്പോൾ ആപ്പിനകത്ത് ഡെയിലി ക്വിസസ് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പഠിക്കുക, സ്റ്റഡി സ്മാർട്ട്. അതായത് വേറെ ഒന്നുമല്ല, എങ്ങനെയാണ്, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ സ്റ്റഡി സ്മാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മാർട്ടായിട്ട് പഠിക്കുക. കുറേ വാരി വലിച്ചിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും ഇതൊക്കെ ഈ ഏരിയയിൽ നിന്ന് ഇത് എന്നുള്ള രീതിയിൽ. അപ്പം നമുക്കിനി അടുത്തത് എങ്ങനെ
വരാം എന്നുള്ള രീതിയിൽ ഒരു കണക്ക് കൂട്ടലോട് കൂടി നിങ്ങൾ പഠിക്കുക. GK GS ഒക്കെ പഠിക്കുന്ന സമയത്ത് റെയിൽവേ ആൻഡ് SC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഡീപ്പായിട്ട് വേണം. പക്ഷേ റെയിൽവേ പരീക്ഷയ്ക്ക് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ടാണ് GK ചോദിക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള രീതിയിൽ ഭയങ്കര ഡീപ്പായിട്ട് പോകാണ്ടുള്ള രീതിയിൽ പഠിക്കുക GK. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടോപ്പിക്സിൽ നിന്ന് ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് ആൻഡ് ചാക്കോലിത്തിക്, അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആര്യൻ ആൻഡ് വേദിക് ഏജ്, പിന്നെ ജനപദാസ്, അതുപോലെ മഗധ എംപയർ, ഹരിയാങ്ക എംപയർ, ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി, അലക്സാണ്ടർസ് ഇൻവേഷൻ, ബുദ്ധിസം ആൻഡ് ജൈനിസം, പിന്നെ മൗര്യൻ എംപയർ, നെക്സ്റ്റ് ഷാക്കാസ്, പാത്യൻസ് ആൻഡ് കുഷനാസ്, പിന്നെ വരുമ്പോഴത്തേക്കും ഗാന്ധാര, മധുര ആൻഡ് അമരാവതി സ്കൂൾ ഓഫ് ആർട്ട്, പിന്നെ ശുംഗ ഡൈനാസ്റ്റി, കാൻവ ആൻഡ് ചേതി ഡൈനാസ്റ്റി, പിന്നെ വരുമ്പോഴത്തേക്കും സതവാഹന ഡൈനാസ്റ്റി, ഗുപ്ത പീരീഡ്, പിന്നെ വർദ്ധന ഡൈനാസ്റ്റി ഓർ ഹർഷ പീരീഡ്. ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വരുമ്പോൾ നമുക്ക് ഡെക്കാൻ സ്റ്റൈൽ, ദ്രാവിഡ സ്റ്റൈൽ, പിന്നെ രാഷ്ട്രകൂട, ഹോയ്സാല, നഗര സ്റ്റൈലുകൾ വരും. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും സംഘം ലിറ്ററേച്ചർ, ഡൈനാസ്റ്റീസ് ആൻഡ് റൂൾസ് ആണ്. ചോള, രാഷ്ട്രകൂട, പാർത്തിഹര, പിന്നെ വൈഷ്ണവിസം, സൈവിസം, അതുപോലെ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം. അപ്പോൾ ഇങ്ങനെ വരുന്ന കുറേ ഹിസ്റ്ററി ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഡീപ്പായിട്ട് പഠിക്കാണ്ട് നമുക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്തേക്കും. ഇത് ഞാൻ വളരെ എൻ്റെ കയ്യിൽ കിട്ടിയ ടോപ്പിക്സ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന് ഏകദേശം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയുടെ തന്നെ മിഡീവൽ. അപ്പോൾ ഇത് നമുക്ക് ഏൻഷ്യൻ്റ് ആണ്. ഇനി നമുക്ക് മിഡീവൽ നോക്കുകയാണെങ്കിൽ രജപുത്, അതുപോലെ ടർക്കിഷ് ഇൻവേഷൻസ് ഉണ്ട്, സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക്ക്, അതുപോലെ സയ്യിദ്, ലോധി, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് മിഡീവൽ പീരീഡ്, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഡ്യൂറിംഗ് മിഡീവൽ പീരീഡ്, പെയിന്റിങ്സ് ആൻഡ് ലിറ്ററേച്ചർ. ഇതെല്ലാം മിഡീവൽ പീരീഡിലുള്ളതാണ്. വിജയനഗര കിങ്ഡം, പിന്നെ ബാമണി കിങ്ഡം, റിലീജിയസ് മൂവ്മെന്റ്സ്, പിന്നെ മുഗൾ എംപയർ, മറാത്ത എംപയർ. നെക്സ്റ്റ് ആർട്ട് ആൻഡ് കൾച്ചറിൽ റിലീജിയൻ, ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഡാൻസ് ഫോംസ്, അത് ഫോക്ക്, ട്രൈബൽ ഡാൻസസ്, ആർക്കിടെക്ചർ, രജപുത് സ്റ്റൈൽ, ഡെക്കാൻ സ്റ്റൈൽ, മുഗൾ സ്റ്റൈൽ, പെയിന്റിംഗ്, മുഗൾ സ്കൂൾ, രജപുത് സ്കൂൾ, അതുപോലെ ബംഗാൾ സ്കൂൾ, കൾച്ചറൽ ഹെറിറ്റേജിൽ എല്ലോറ കേവ്സ്, കുതുബ് മീനാർ, റെഡ് ഫോർട്ട്. ഇതൊക്കെയാണ് നമുക്ക് മിഡീവൽ ഹിസ്റ്ററിക്കകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മോഡേൺ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്. അപ്പോൾ വന്ന് പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, അതുപോലെ ഡെയിൻസ്, ഫ്രഞ്ച്. പിന്നെ വരുമ്പോൾ മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ്, ഹൈദരാബാദ്, അവധ്, മൈസൂർ, ബംഗാൾ. വാർസ് ആൻഡ് ട്രീറ്റീസ് ഡ്യൂറിംഗ് മോഡേൺ ഹിസ്റ്ററി. 6 ഡ്രെയിൻ ഓഫ് വെൽത്ത്, പെർമനന്റ് സെറ്റിൽമെന്റ്, റിയോദ്വാരി സെറ്റിൽമെന്റ്. നെക്സ്റ്റ് മഹാൽവാരി സെറ്റിൽമെന്റ്, റിവോൾട്ട് ഓഫ് 1857, സിപ്പോയ് മ്യൂട്ടിനി, അല്ലേ. ഗവൺമെന്റ് ജനറൽസ് ഓഫ് ബംഗാൾ, അതുപോലെ ഗവൺമെന്റ് ജനറൽസ് ഓഫ് ഇന്ത്യ, വൈസ്രോയ്സ് ഓഫ് ഇന്ത്യ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രോത്ത് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, പിന്നെ ബ്രഹ്മസമാജ്, ആര്യസമാജ്, വേദസമാജ്, പിന്നെ രാമകൃഷ്ണ മിഷൻ, പ്രാർത്ഥനാ സഭ, യങ് ബംഗാൾ മൂവ്മെന്റ്, കൂക്ക മൂവ്മെന്റ്സ് ആൻഡ് അതർ മൂവ്മെന്റ്സ്, കാസ്റ്റ് മൂവ്മെന്റ്സ്, ട്രൈബൽ മൂവ്മെന്റ്സ് ആൻഡ് മുസ്ലിം സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്, INC ഉണ്ട്, പിന്നെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, സ്വദേശി മൂവ്മെന്റ്. ഇത്രയും നമുക്ക് മോഡേൺ ഹിസ്റ്ററിക്കകത്ത് വരുന്നതാണ്. അത് മാത്രമല്ല ഇത്രയും കൂടെ വരുന്നുണ്ട് മുസ്ലിം ലീഗ്, സൂററ്റ് സ്പ്ലിറ്റ്, മോർലി മിന്റോ റിഫോംസ്, ഗദ്ദാർ പാർട്ടി, പിന്നെ കോമഗട്ട മാരു ഇൻസിഡന്റ്, ഹോം റൂൾ മൂവ്മെന്റ്, മോണ്ടേക്, കെംസ്ഫോർഡ് റിഫോംസ് ഉണ്ട്, റൗലത്ത് ആക്ട് ഉണ്ട്, ചമ്പാരൻ സത്യാഗ്രഹ ആൻഡ് ഖേദ സത്യാഗ്രഹ ഉണ്ട്, അതുപോലെ ജാലിയൻ വാലാബാഗ് മാസക്രെ, ഖിലാഫത്ത് മൂവ്മെന്റ്, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, റവല്യൂഷണറി ഓർഗനൈസേഷൻസ് ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്, സൈമൺ കമ്മീഷൻ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്സ്, റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1, 2, 3 അല്ലേ, പൂന പാക്ട്, പിന്നെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ക്രിപ്സ് മിഷൻ 1942, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇന്ത്യൻ നാഷണൽ ആർമി, ഇമ്പോർട്ടൻറ്റ് നാഷണൽ ലീഡേഴ്സ്, ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഡ്യൂറിങ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ക്രോണോളജി, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പം ടോട്ടൽ നമുക്ക് മോഡേൺ ഇന്ത്യ, മിഡിവൽ ഇന്ത്യ ആൻഡ് ആൻഷ്യൻ ഇന്ത്യ ഹിസ്റ്ററി വെച്ചിട്ട് അത്രയും വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻസോളം നമുക്ക് കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ഇനി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും കൂടെ ഉണ്ട്. വേൾഡ് ഹിസ്റ്ററിക്കകത്ത് സിവിലൈസേഷൻ ഉണ്ട്. അതിൽ മെസപ്പൊട്ടോമിയൻ, ഗ്രീക്ക്, ചൈനീസ് എക്സെട്ര. അപ്പോൾ ബാക്കിയുള്ള സിവിലൈസേഷൻസ്. പിന്നെ റിനൈസൻസ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇമ്പോർട്ടൻറ്റ് വാർസ് ഓഫ് ദ 20th century, ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇതിലെല്ലാം നമുക്ക് ഡീപ്പായിട്ട് പഠിക്കണം എന്നല്ല പറയണേ, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പൊളിറ്റിയിലാണ്. ഓക്കെ, പൊളിറ്റി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പ്രിയാമ്പിൾ, ആർട്ടിക്കിൾ, സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 2-3 ക്വസ്റ്റൻസ് വീതം വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എളുപ്പമുള്ള ക്വസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രസിഡന്റ്, ഏജ്, എലിജിബിലിറ്റി, പവർ, ഫംഗ്ഷൻ എക്സെട്ര. അതുപോലെ വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഇത്രയുണ്ട്. നെക്സ്റ്റ് പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, ബിൽസ്, ബഡ്ജറ്റ് ആൻഡ് ഫണ്ട്സ്, സുപ്രീം കോർട്ട്, ഗവർണർ, ചീഫ് മിനിസ്റ്റർ, legislative assembly and number of seats of state and UT in Lok Sabha and Rajya Sabha. Next, High Court, Panchayati Raj, municipalities, official languages, CAG, Comptroller and Auditor General, Attorney General of India, Election Commission, Planning Commission and Niti Aayog, UPSC and its functions, Delimitation Commission, NOTA. Next, RT Act, Anti-Defection Law, Lokpal and Lokayukta, National Human Rights Commission, important constitutional amendments, important committee and commissions. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പൊളിറ്റി ക്ലാസ്സസ് ആണ്, പൊളിറ്റിയുടെ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണം. ഇനി നെക്സ്റ്റ് നമുക്ക് ജോഗ്രഫിയാണ്. ജോഗ്രഫി ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നതാണ്. അതായത് യൂണിവേഴ്സ് ഉണ്ട്, അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് ലെയേഴ്സ് ഉണ്ട്, എർത്ത്, ക്രസ്റ്റ്, മാന്റിൽ, കോർ, earthquakes and volcanoes, weathering and erosion, rocks and mountains, plateaus and plains, pressure belt and wind, cyclones, humidity, smoke, fog, local winds and its nature, precipitation and rainfall, clouds and its types, important deserts, climate, grasslands of the world, isoplates, hydrosphere and oceans, പിന്നെ ocean currents, continents, important straits and canals of the world, lakes, rivers, waterfalls, riverside cities and important islands ഉണ്ട്. പിന്നെ മിനറൽസ് ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ബൗണ്ടറി ലൈൻസ് ഉണ്ട്, ഫേമസ് ട്രൈബ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജിയോഗ്രഫി ആൻഡ് സ്റ്റേറ്റ് ബോർഡേഴ്സ്, ഹിമാലയാസ് ആൻഡ് പാസസ് ഉണ്ട്, ദ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ, റേഞ്ചസ് ആൻഡ് ഘട്ട്സ്, കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ്സ്, ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ടൗൺ നിയർ റിവേഴ്സ്. നെക്സ്റ്റ് ആണെങ്കിൽ റിവർ പ്രോജക്ട്സ് ആൻഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, ക്ലൈമറ്റ് ആൻഡ് സീസൺസ് ഓഫ് ഇന്ത്യ, അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, റെവല്യൂഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ അങ്ങനത്തെ വരുന്ന റെവല്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ റെവല്യൂഷൻസ്, മിനറൽ റിസോഴ്സസ്, ഇൻഡസ്ട്രീസ്, അറ്റോമിക് പവർ സ്റ്റേഷൻസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, പോർട്സ്, ലേക്സ്, മേജർ ട്രൈബ്സ് ഓഫ് ഇന്ത്യ, നിക് നെയിം ഓഫ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്, ഫേമസ് ഹിൽ സ്റ്റേഷൻ, സെൻസസ്, ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ഇക്കോസിസ്റ്റം, ഇക്കോളജിക്കൽ പിരമിഡ്സ്, ഇമ്പോർട്ടൻറ്റ് ബയോംസ്, പൊല്യൂഷൻ ടൈപ്സ് ആൻഡ് പ്രിവെൻഷൻ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ, IUCN, നാഷണൽ പാർക്ക് സാങ്ച്വറി ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ്, endangered, rare and extinct species, wildlife conservation projects, global warming and greenhouse effects, Montreal Protocol, Kyoto Protocol, environment related important international agreements and conferences. അപ്പോൾ ഇത്രയും നമുക്ക് ജോഗ്രഫിക്കകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് ഫിസിക്സിനകത്ത് വരുന്ന ടോപ്പിക്സ് ഉണ്ട്. അതായത് SI യൂണിറ്റ്സ്, ഡെഫിനിഷൻസ് ഉണ്ട്, സ്പീഡ്, വെലോസിറ്റി, പവേഴ്സ്, പ്രഷർ എക്സെട്ര, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കുക. ന്യൂട്ടൺസ് ലോ ആൻഡ് ഗ്രാവിറ്റേഷൻ, പിന്നെ സാറ്റലൈറ്റ്, കെപ്ലേസ് ലോ, പിന്നെ ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, സ്ട്രെസ് സ്ട്രെയിൻ, ഹൂക്സ് ലോ ഉണ്ട്, ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി, പാസ്കൽസ് ലോ, ബയോൻസി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ, സർഫസ് ടെൻഷൻ, capillarity and viscosity, Bernoulli's theorem, pendulum and motions, wave motion, sound, heat and temperature, law of thermodynamics, humidity, conduction, convection, radiation, Kirchhoff's law and Stephen's law and Newton's law of cooling and light, mirrors ആണ്, mirrors, lenses, eye defects and lenses, ലെൻസ്, അതുപോലെ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, ഡിവൈസസ്, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ എക്സെട്ര, ഇലക്ട്രിക് പവർ, ഫ്യൂസ് സെൽസ്, ട്രാൻസ്ഫോമേഴ്സ്, മാഗ്നറ്റ്സ് ആൻഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് ക്യൂറി ടെമ്പറേച്ചർ, റേസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, റേഡിയോ ആക്ടിവിറ്റി, മാസ് എനർജി റിലേഷൻസ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, നോബൽ പ്രൈസ്, സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ്, ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ്. അപ്പോൾ ഇത്രയും ആണ് ഫിസിക്സിനകത്ത്. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുള്ള കാര്യങ്ങളാണ്. പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല, ഫിസിക്സ് ആയിരുന്നാലും കെമിസ്ട്രി ആയിരുന്നാലും ഒക്കെ.
ഓക്കെ, അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പായിട്ടുള്ള കാര്യമല്ല, ഇതിൻ്റെ എല്ലാം നമ്മളൊരു ഔട്ടർ ഷെൽ എന്നുള്ള കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കെമിസ്ട്രിക്കകത്ത് വരുന്നതാണ് ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സോൾട്ട്, ലിക്വിഡ്, ഗ്യാസ്. നെക്സ്റ്റ് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്. പ്യുവർ സബ്സ്റ്റൻസ്, കോമ്പൗണ്ട്, പ്യുവർ സബ്സ്റ്റൻസിൽ കോമ്പൗണ്ട്സ് ആൻഡ് എലമെന്റ്സ്. ഇംപ്യുവർ സബ്സ്റ്റൻസിൽ മിക്സേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. സെൻട്രിഫ്യൂഗേഷൻ, ക്രിസ്റ്റലൈസേഷനും ഡിസ്റ്റലേഷനും. ഓസ്മോസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്. സ്മോൾ കോൺസെപ്റ്റ് ആൻഡ് അവഗാഡ്രോസ് നമ്പർ. അവഗാഡ്രോസ് ലോ ഉണ്ട്. ബോയിൽസ് ലോ ആണ്. ചാൾസ് ലോ ആൻഡ് ലൂസാക്സ് ലോ. Graham's law of diffusion. Dalton's law of partial pressure. Critical temperature. Electron, proton, neutron, nucleus. Atomic number and mass number. Isotopes, isobars, isotones, radioisotopes. Niels Bohr model. Planck's quantum theory. de Broglie concept. Next, Heisenberg's uncertainty principle. Orbits and subshell. Electronic configurations വളരെ important ആണ്. Aufbau principle. അതുപോലെ ഹാൻസ് റൂൾ. Pauli exclusion principle. Quantum numbers, അതുപോലെ റേഡിയോ ആക്ടിവിറ്റി. ആൽഫ, ബീറ്റ, ഗാമ റേസ്. ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ റിയാക്ടർ. നെക്സ്റ്റ് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, കാറ്റലിസിസ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, മിനറൽസ് ആൻഡ് ഓൾസ്. ഇത്രയും വരും. പിന്നെയും വരുന്നുണ്ട് കാൽസിനേഷൻ, റോസ്റ്റിംഗ്, സ്മെൽറ്റിംഗ്, ഫ്ലക്സ് ആൻഡ് സ്ലാഗ്. Alloys and composition, acids, bases and salts, electrolysis and its law, battery and cells, corrosion and preventive methods, carbon and its compounds, hydrocarbons, important organic compounds, renewable and non-renewable resources, fuels, soaps and detergents, glass, cement, polymer and monomer. Nobel Prize in Chemistry, oxygen, nitrogen, CO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ. നെക്സ്റ്റ് വാട്ടർ. ഇത്രയാണ് നമുക്ക് കെമിസ്ട്രിക്കകത്ത് വരുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചുള്ള കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരുപാടുണ്ട് എന്നുള്ളത്. ഒരുപാടില്ല. ഇത് നിങ്ങൾക്ക് ആ ടോപ്പിക്സ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു പോകുന്നതാണ്. ഈ ടോപ്പിക്കുകൾ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അടുത്ത ബയോളജിക്കകത്ത് വരുമ്പോൾ സെല്ല്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ്, ഹോമോലോഗസ്, അനലോഗസ്, അതുപോലെ വെസ്റ്റിഗൽ ഓർഗൻസ്, ലാമാർക്കിസം, ഡാർവിനിസം ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, ഫൈലംസ് ഉണ്ട്, ഫൈസസ് ഉണ്ട്, അതുപോലെ ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മമേലിയ, ഹ്യൂമൻ ബോഡി, ന്യൂട്രിയൻ, സെൻസ് ഓർഗൻസ്, എൻഡോക്രൈൻ സിസ്റ്റം, ഡിസീസസ്. അത് ഹ്യൂമൻ റിലേറ്റഡ് ഡിസീസസ്, പിന്നെ ഡ്രഗ്സ്, വാക്സിനേഷൻ, ഹ്യൂമൻ ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് സിൻഡ്രംസ്, പിന്നെ ജനറ്റിക്സ്, ബയോടെക്നോളജി, ഓർഗാനിക് ആസിഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബ്സ്, antibiotics, plant terms, plant morphology, diseases in plants, flower, fruit, seeds, cropping pattern, farming system, seeds types and varieties, vermicomposting, methods of preservation, pesticides and herbicides, animal husbandry. ഇത്രയാണ് നമുക്ക് ബയോളജിക്കകത്ത് വരുന്നത്. വളരെ കുറവ് മാത്രമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആവാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കുക. ഓക്കെ, ഇനി വരുമ്പോൾ ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സ് നമുക്ക് എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള, അതായത് നമുക്ക് സെൻട്രൽ എക്സാംസ് ഒക്കെ ആകുമ്പോൾ ഇക്കണോമിക്സിൽ നിന്നും പൊളിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഇക്കണോമിക്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, ഡെഫിനിഷൻസിൽ GDP, ഇൻഫ്ലേഷൻ, നാഷണൽ ഇൻകം, അങ്ങനെ കുറേ കാര്യങ്ങളില്ല ഡെഫിനിഷൻസ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ബോർഡാണ്ട്. പിന്നെ ഓൾ റെവല്യൂഷൻസ് കാര്യങ്ങൾ നമ്മൾ ജിയോഗ്രഫിക്കകത്ത് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. NFSA 2013 ഉണ്ട്. ലാൻഡ് റീഫോം പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ഉണ്ട്. നബാർഡ് ഉണ്ട്. ഫുൾ ഫോംസ് നമുക്ക് ഇപ്പം കോമൺ ആയിട്ട് വരുന്ന ഫുൾ ഫോംസ് കാര്യങ്ങളൊക്കെ എക്കണോമിക് റിലേറ്റഡ് ആയിട്ട് വരുമല്ലോ, അതെല്ലാം പഠിച്ചു വെച്ചേക്കുക. ഇപ്പോൾ GNP, NNP, അതുപോലെ GDP, GNP, അങ്ങനെ കുറേ NDP, അതുപോലെ നമുക്ക് കുറേ എന്താണ് ഇതുണ്ട്, അതായത് ഫുൾ ഫോംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇക്കണോമിക് പ്ലാനിങ്, 5-year പ്ലാനിങ്, നെഹ്റു മെഹ്ലനോബിസ് മോഡൽ, ഗാന്ധിയൻ മോഡൽ ഓഫ് ഗ്രോത്ത്, LPG മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, പിന്നെ PURA മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ആൻഡ് യോജനാസ്, ഇന്ത്യൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ന്യൂ ഇക്കണോമിക് പോളിസി, ഇക്കണോമിക് റീഫോം പോളിസി, പിന്നെ RBI ആൻഡ് SBI, SEBI, IRDAI, TRAI, PFRDA, NSE, BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. പിന്നെ ബഡ്ജറ്റ് ആൻഡ് ഡെഫിസിറ്റ്സ്, പിന്നെ വരുമ്പോൾ ഡെപ്സ് ആൻഡ് ബിൽസ്, മുദ്ര ബാങ്ക്, ബാങ്കിങ് റീഫോംസ്,
economic terms റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഓൺ ഇക്കണോമിക്സ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ്, ഇൻഷുറൻസ് സെക്ടേഴ്സ് ഉണ്ട്, നവരത്ന ആൻഡ് മഹാരത്ന കമ്പനീസ് ഉണ്ട്, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്, കൂടാതെ ടാക്സ് സിസ്റ്റംസ്, ബാങ്കിങ് സിസ്റ്റം, ഫിനാൻസ് കമ്മീഷൻ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി. ഇത്രയും നമുക്ക് എക്കണോമിക്സിനകത്ത് വരുന്ന ഒരു വീക്കായിട്ട് വരുന്ന ടോപ്പിക്സ് കാര്യങ്ങളും. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. ബാക്കി ഇത്രയും ഞാൻ മാക്സിമം ഉള്ളതെല്ലാം ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള പ്രകാരം ഞാനത് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ടോ നമുക്ക് നോക്കാം. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതായത് കമ്പ്യൂട്ടർ ജനറേഷൻസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, CPU, പിന്നെ വരുമ്പോൾ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് ഡിവൈസസ്, LAN WAN MAN, പിന്നെ HTTP, FTP, TCP/IP, ഓക്കെ, കേബിൾസ്, വയർലെസ് ടെക്നോളജി, ബ്ലൂടൂത്ത് ഒക്കെ വരുന്ന വയർലെസ് ടെക്നോളജി, ഓൾ ഡിവൈസസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ്, വൈറസ്, ഫയർവാൾ, ആൻറ്റിവൈറസ്, ഇന്റർനെറ്റ് ഉണ്ട്. ഫുൾ ഫോംസ് പഠിച്ചേക്കുക. കമ്പ്യൂട്ടറിനകത്ത് മെയിൻലി വരുന്ന ഫുൾ ഫോംസ് കാര്യങ്ങൾ പഠിച്ചേക്കുക. പിന്നെ 2G, 3G, 4G, 5G എന്താണെന്ന് നമുക്ക് നോക്കണം. പിന്നെ ഫിഷിംഗ്, മാൽവെയർ, സ്പൈവെയർ എക്സെട്ര ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിനകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ്. പിന്നെ സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് GKക്കകത്ത് ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ വേൾഡ് ഉണ്ട്. പിന്നെ സൂപ്പർലേറ്റീവ്സ് ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, അതായത് ലാർജസ്റ്റ് വരുന്ന രീതിക്കുള്ള വേൾഡ് ഓർഗനൈസേഷൻ ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഉണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്. ഫേമസ് ടൂറിസ്റ്റ് സ്പോട്സ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്, ഫൗണ്ടേഷൻ ഡേ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. റിസർച്ച് സെന്റേഴ്സ് ഇൻ ഇന്ത്യ, ന്യൂക്ലിയർ ആൻഡ് സ്പേസ് റിസർച്ച് സെന്റേഴ്സ് ഓഫ് ഇന്ത്യ, നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഡാൻസ് ഫോംസ്, ക്ലാസിക്കൽ ആൻഡ് ഫോക്സ്, നിക് നെയിംസ് ഓഫ് ഫേമസ് പേഴ്സൺസ് ആണ്. പേഴ്സൺസ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ്. ആൻഡ് ഓണേഴ്സ്, പ്രൈസസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഒളിമ്പിക്സ്, കപ്സ് ആൻഡ് ട്രോഫീസ്, സ്റ്റേഡിയംസ്, സ്പോർട്സ് ആൻഡ് സ്പോർട്ട് ടേംസ്, മിസലേനിയസ്. മിസലേനിയസിനകത്ത് നമുക്ക് വരുന്നത് യോജനാസ് വരാം. ഇപ്പം റിലേറ്റഡ് ആയിട്ട് വരുന്ന യോജനാസ് വരാം, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഗവൺമെന്റ് സ്കീംസ് വരാം, പിന്നെ സ്പേസ് സയൻസ് വരാം, നാഷണൽ ഹെറിറ്റേജ് ആൻഡ് മൂവ്മെന്റ്സ് വരാം, പിന്നെ വരുമ്പോഴത്തേക്ക് ഫ്ലാഗ്ഷിപ്പ് ഗവൺമെന്റ് പ്രോഗ്രാംസ് വരാം, ഫ്ലോറ ആൻഡ് ഫൗണ ഓഫ് ഇന്ത്യ വരാം, പിന്നെ ഗെയിംസ് ആൻഡ് സ്പോർട്സ് വരാം, പിന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ വരാം. പിന്നെ ഇപ്പോൾ റെയിൽവേസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് CBT 1 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ റെയിൽവേ സോൺസ് ആൻഡ് RRBs എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ അതുപോലെ സോണൽ ഹെഡ്ക്വാർട്ടേഴ്സ്, റെയിൽവേ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, പിന്നെ റെയിൽവേ മിക്സ് ആയിട്ട് വരുന്ന GK കാര്യങ്ങളും, അത് ഓൾഡസ്റ്റ്, അതുപോലെ ഫാസ്റ്റസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്, റെയിൽവേ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, റെയിൽവേ ഫാക്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ വരാം. പിന്നെ കറണ്ട് അഫയേഴ്സിനകത്ത് പുതിയ അപ്പോയിന്റ്മെന്റ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഓണർ ആൻഡ് അവാർഡ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോർട്സ് ന്യൂസ് ഉണ്ടെങ്കിൽ അത്, സ്പോർട്സിന്റെ അവാർഡ്സ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് റിലേറ്റഡ് ഇന്ത്യ, സ്റ്റേറ്റ്, വേൾഡ് കാര്യങ്ങളൊക്കെ വരാം. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ന്യൂസ്, കറണ്ട് അഫയേഴ്സ് വരാം, ഒബിച്വറീസ് വരാം. അങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുമ്പോൾ വളരെ സ്മാർട്ടായിട്ട് പഠിക്കുക, ഭയങ്കര ഡീപ്പായിട്ട് നിൽക്കരുത്, പക്ഷേ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ GKക്ക് അകത്ത് വരുന്ന കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളും. ഇനി ഡെയിലി ക്വിസസ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഡെയിലി ക്വിസസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് അഡ 24/7 തന്നെ ആപ്പിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് എന്ത് വേണം കൊടുക്കാം കേട്ടോ. SSCയോ RRBയോ ബാങ്കിങ്ങോ അങ്ങനെ എന്ത് വേണം കൊടുക്കാം. അപ്പോൾ നിങ്ങൾ RRB ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഡെയിലി ക്വിസസ് ഡേ വൈസ് ആയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസും എന്തൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററിയുടെ ക്വിസും ജോഗ്രഫിയുടെ ക്വിസും ഒക്കെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഡെയിലി വൈസ് നിങ്ങളത് ചെയ്തു പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. അതുപോലെ റെയിൽവേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 7th June. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. Y340 ആണ് കൂപ്പൺ കോഡ്. നല്ലപോലെ തന്നെ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകും. നമ്മളിതെല്ലാം ക്ലാസ്സിലെടുത്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകാൻ വേണ്ടി നമ്മൾ ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്തേക്കുക. ടോപ്പിക്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. എനിക്ക് അറിയാവുന്ന അത്രയും ടോപ്പിക്കും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ മിസ്ലേനിയസ് ഞാൻ പറഞ്ഞതിൽ അനുസരിച്ചിട്ടാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ പ്രകാരമാണ് ഞാൻ ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനിയും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.